പ്രിയ ദൈവപൈതലേ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുക തന്നെ ചെയ്യും. കാരണം നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അവൻ വാക്കുമാറുകയില്ല. എത്ര ട്രബിൾസ്, എത്ര പ്രശ്നങ്ങൾ, എത്ര പ്രതികൂലങ്ങൾ, എത്ര നമ്മെ ആശ്ചര്യമാക്കുന്ന ദിവസങ്ങൾ, എത്ര നാളുകളായി നമ്മൾ കാത്തിരിക്കേണ്ടി വരുന്നു. എത്ര ചോദ്യങ്ങൾ, എത്ര പരീക്ഷണങ്ങൾ, എത്ര വേദനകൾ, എത്ര നിരാശകൾ. പക്ഷേ അതൊക്കെയും നമ്മുടെ അപ്പൻ നോക്കുമ്പോഴേ, തൻ്റെ മക്കളെ ഇങ്ങനെ കടത്തിവിടുമ്പോഴേ, ഹല്ലേലൂയ, അപ്പൻ അവിടുന്ന് സന്തോഷിക്കും. എൻ്റെ പൈതൽ വളരുന്നു, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു. ദൈവകൃപയും അവൻ്റെ മേലും അവളുടെ മേലും ഉണ്ടെന്ന് കാണുമ്പോൾ കർത്താപ്പച്ചന് വളർത്തുവാൻ ഭയങ്കര സന്തോഷമാണ്. കൃപ മേൽ കൃപ. ഓ, ഗ്രേസ് അപ്പോൺ ഗ്രേസ്, ഗ്ലോറി അപ്പോൺ ഗ്ലോറി. ആ ഗ്രേസ്, ആ ഗ്ലോറി, അവൻ്റെ ആ തേജസ് നമ്മിലേക്ക് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഈ ഭൂമിയിൽ അന്ത്യകാലത്തിൽ, ദ എൻഡ് ഓഫ് ദ ടൈമിൽ ഒരു ഭക്തനെ കൊണ്ട് ദൈവം എന്തൊക്കെയാണോ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്, അമേസിംഗ്ലി കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കും, വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ് ഗോഡ്, എന്തൊരു ചോദ്യങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത്. ബട്ട് ഗോഡ് സെയിങ് ദിസ് ഈസ് ദ വിൽ ഓഫ് ഗോഡ് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുകയാണ്. നമ്മൾ ഇന്ന് പകൽക്കാലത്തിൽ ഒരു യുദ്ധത്തിന് പുറപ്പെടുക എന്ന് വിചാരിച്ചോളൂ. യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ദൈവം നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റേതത്രേ. എന്നോട് ചേർന്ന് എല്ലാവരും പറഞ്ഞാട്ടെ, ഈ വലിയ സമൂഹം നിമിത്തം എന്തു തന്നെയായാലും നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഈ ഒരു പ്രശ്നത്തെ കണ്ട് ഭയപ്പെടരുത്. ദൈവമക്കളോടാണ് പറയുന്നത്, ഭ്രമിക്കുകയും അരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റേതത്രേ. അപ്പോൾ യുദ്ധം ആരുടേതാണ്? ദൈവം യുദ്ധം ചെയ്യുവാൻ തുടങ്ങുമ്പോൾ നമ്മളെ മുന്നിലേക്ക് അയക്കും. ഈ ഭൂമിയിൽ ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിൽ ചില പാത്രങ്ങൾ ആവശ്യമാണ്. മാനപാത്രങ്ങൾ, നമ്മളെ വേസ്റ്റായിട്ടിരുന്ന കഴുതകളെയൊക്കെ ദൈവം കൂട്ടിച്ചേർത്ത് പല സ്ഥലങ്ങളിലുമാക്കി ശോഭിപ്പിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ കർത്താവ് പറയുന്നത്, ഞാൻ നിന്നെ അയക്കുമ്പോൾ നീ ഭ്രമിക്കരുത്. ഈ വലിയ സമൂഹം, ആ സമൂഹം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ വീട്ടിലായിരിക്കാം, പുറത്തായിരിക്കാം, സമൂഹത്തിലായിരിക്കാം, സഭയിലായിരിക്കാം, wherever it is your സമൂഹം, ആ സമൂഹം നിമിത്തം 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 നീ ഭയപ്പെടരുത്, ഭയപ്പെടരുത്, ഭ്രമിക്കേമരുത്, നീ ഭ്രമിക്കരുത്. യുദ്ധം നിന്റേതല്ല, ദൈവത്തിൻ്റെതത്രേ. യുദ്ധം നിന്റേതല്ല, ദൈവത്തിൻ്റെതത്രേ. ഭയപ്പെടരുത്, ഭ്രമിക്കേമരുത്. നാളെ അവരുടെ നേരെ ചെല്ലുവിൻ, യഹോവ നിങ്ങളോട് കൂടെയുണ്ട്. നാളെ നിങ്ങൾ അവരോട് കൂടെ ചെല്ലണമെങ്കിൽ യഹോവ നിന്നോട് കൂടെയുണ്ടെന്ന് കർത്താവ് പറയുമ്പോൾ അത് വിശ്വസിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. ദൈവം പറയാണ്, ഞാനാണ് യുദ്ധം ചെയ്യുന്നത് പറഞ്ഞാൽ ആ ദൈവപൈതലിനെ അയക്കുമ്പോൾ ആ ദൈവപൈതൽ അവൈലബിൾ ആണ്. ഗലാത്യ ലേഖനം 2 പറയുന്നു, 20 വാക്യത്തിൽ, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി ഞങ്ങളല്ല ജീവിക്കുന്നത്, ഞങ്ങളല്ല പ്രവർത്തിക്കുന്നത്. പക്ഷെ പ്രവർത്തിക്കുന്ന ആരാണ്? കർത്താവാണ് പ്രവർത്തിക്കുന്നത്. ആ വാക്യം ഇപ്രകാരമാണ്, 2 ഗലാത്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 20. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലേക്കുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിൻ്റെ കൃപ വ്യർത്ഥമാക്കുന്നില്ല. ന്യായപ്രമാണത്താൽ നീതി വരുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെ ആയല്ലോ. അപ്പോൾ എനിക്ക് കർത്താവ് യേശു ക്രിസ്തുവിലൂടെ ഈ ഫ്രീ ആയിട്ട് ലഭിച്ച കൃപ, ഈ ഒരു രക്ഷ, അങ്ങനെയെങ്കിൽ ഓരോ ദൈവ പൈതലും വിശ്വസിക്കണം, ഞാൻ ദൈവത്തിൻ്റെ പ്രിയ മകളുമാണ്. ഈവൻ ദോ ഐ വാക്ക് ത്രൂ ദ വാലി ഓഫ് ദ ഡെത്ത്, കൂരിരു താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും ഞാനൊരർത്ഥവും ഭയപ്പെടുകയില്ല, എൻ്റെ അപ്പൻ എന്നോട് കൂടെയുണ്ടെന്നുള്ള വിശ്വാസം. ദൈവമക്കളെ, വിശ്വസിക്കണം. നിങ്ങൾ കടന്നു പോകുന്ന ശൂന്യത, ഒറ്റപ്പെടൽ, നമ്മൾ കൂരിരു താഴ്വര ഒറ്റയ്ക്കായിരിക്കാം. കഴിഞ്ഞ രാത്രി നൈറ്റ് പ്രയർ നമ്മൾ വായിച്ചാൽ, ഏകനായി നീ നടന്നാലും, ഒറ്റയ്ക്ക് നീ നടന്നാലും, നിന്റെ മുൻപിൽ അനർത്ഥങ്ങൾ വന്നാലും നീ ഭയപ്പെടരുത്. കാരണം ഭ്രമിക്കരുത്. യുദ്ധം നിനക്കല്ല, ദൈവത്തിൻ്റെതത്രേ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അടുത്ത വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. പിന്നെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത് 2 ദിനവൃത്താന്തം 20 അധ്യായത്തിലെ യഹോശാഫാത്തിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ചില അനുഭവങ്ങളിലൂടെയാണ്. തനിക്കൊരു യുദ്ധം വരുന്നെന്ന് കേട്ടപ്പോൾ താൻ പെട്ടെന്ന് ആശ്രയിച്ചത് മനുഷ്യനിലല്ല. താൻ ഭയപ്പെട്ട് അവിടെ ഇരിക്കാൻ നോക്കിയില്ല.
തന്നെ വിളിച്ച ദൈവത്തെ, താൻ ആരാണോ തന്നെ അപ്പോയിന്റ് ചെയ്തത് ആ ദൈവത്തിൽ അവൻ ആശ്രയിക്കാൻ തുടങ്ങി. യഹോശാഫാത്ത് ഭയപ്പെട്ടു യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ടു. താൻ ഭൂമിയിലൊരു ഭയം വന്നപ്പോൾ ദൈവത്തിൽ അവൻ ആശ്രയിച്ചു. അവൻ ഉപവാസം നിശ്ചയിച്ചു. യഹൂദന്മാർ ഒന്നിച്ചുകൂടി സകല യഹൂദ നഗരത്തിൽ നിന്ന് അവർ യഹോവയെ അന്വേഷിപ്പാൻ വന്നു. അങ്ങനെ അവർ ദൈവത്തെ അന്വേഷിപ്പാൻ തുടങ്ങിയപ്പോൾ അവരോട് പറയാണ്, ഹല്ലേലൂയ, ഞങ്ങളുടെ ദൈവമേ, നീ അവരെ ന്യായം വിധിക്കുകയില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല എന്തു ചെയ്യേണ്ടു എന്ന് അറിയുന്നതുമില്ല. എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഹൂറാമാന ശാംദേറബ. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ, സഹോദര, നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തിപരമായി സംസാരിക്കുകയാണ്. ആമേൻ. നിനക്ക് ശക്തിയില്ല. യു ആർ ജസ്റ്റ് ഹെൽപ്ലെസ് ആയിട്ടിരിക്കുകയാണ്. എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം, ഈ സിറ്റുവേഷനിൽ ഒറ്റപ്പെടുത്തുകയാണ്. വീട്ടിൽ തന്നെയായിരിക്കും ഒറ്റപ്പെടുത്തൽ, അല്ലെങ്കിൽ സമൂഹത്തിലായിരിക്കാം, അല്ലെങ്കിൽ നീ ദൈവവേല ചെയ്യുമ്പോൾ നിനക്കെതിരായി വന്ന ക്രൂശായിരിക്കാം, നീ നന്മ ചെയ്യും തോറും നിനക്ക് കേൾക്കുന്ന കുറ്റപ്പെടുത്തലായിരിക്കാം. ഒരു വിധത്തിൽ മുന്നോട്ട് പോകാൻ സംഭവിക്കത്തില്ല. 4 വശത്തുനിന്നും സപ്രസ് ചെയ്യുക. പക്ഷെ നിനക്ക് മുകളിലേക്ക് നോക്കാൻ പറ്റും. ശദ്രക്, മേശക്, അബേദ്നെഗോ അല്ലെങ്കിൽ ദാനിയേൽ സിംഹക്കൂട്ടിൽ കടന്നുകൊണ്ട് മേളിലേക്ക് നോക്കിയതുപോലെ നമ്മൾ എപ്പോഴെങ്കിലും സിംഹക്കൂട്ടിൻ്റെ അവസ്ഥയിൽ പോയിട്ടുണ്ടോ? യെസ്, മെനി ആർ ഗോയിങ് ത്രൂ. അത് സിംഹമായിരിക്കത്തില്ല. ഇതുപോലെ അവസ്ഥകളെ നമ്മൾ ഇമാജിൻ ചെയ്യണം. നമ്മൾ ആ അവസ്ഥയിലൂടെ പോകുമ്പോൾ വാട്ട് ഹീ ഡിഡ്. ദാനിയേൽ എന്താ ചെയ്തത്? ദാനിയേൽ സ്വർഗത്തിലെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ പുതിയ നിയമത്തിൽ ചിന്തിക്കും, ഞാനിനി ക്രൂശിക്കപ്പെട്ടു, ഞാനല്ല ഇതിലൂടെ പോകുന്നത്, മൂന്നാമനായി എൻ്റെ കൂടെ കർത്താവുണ്ട്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവ് 24 hours എൻ്റെ കൂടെയുണ്ട്. കർത്താവ് യേശുക്രിസ്തു എനിക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. റോമാലേഖനം 8 പറയുന്നു. നിങ്ങൾ വായിക്കണം. ഇപ്പോൾ യഹോശാഫാത്തിൻ്റെ ജീവിതത്തിൽ യഹോവ അത്യുച്ചത്തിൽ സ്തുതിപ്പാൻ അവർ എഴുന്നേറ്റു. നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പിൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. അത് കഴിഞ്ഞിട്ട് 21 മുതലുള്ള വാക്യത്തിൽ പറയുന്നു, പിന്നെ അവൻ ജനത്തോട് ആലോചിച്ചിട്ട് വിശുദ്ധാലങ്കാരം ധരിച്ച് സൈന്യത്തിന് മുമ്പിൽ നടന്നുകൊണ്ട് വാഴ്ത്തുവാനും യഹോവയെ സ്തുതിപ്പിൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതല്ലോ എന്ന് ചൊല്ലുവാനും യഹോവയ്ക്ക് സംഗീതക്കാരെ നിയമിച്ചു. അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹോവ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമ്മോന്യരുടെയും മോവാബ്യരുടെയും സെയിൻ പർവ്വതക്കാരുടെയും നേരെ പതിയിരുപ്പുകാരെ വരുത്തി. അങ്ങനെ അവർ തോറ്റുപോയി. ഹല്ലേലൂയ. ശത്രുക്കളെ കൊണ്ട് തോൽപ്പിക്കുന്ന ദൈവം. നമ്മൾ മിണ്ടാതിരുന്നാൽ മതി. ഹല്ലേലൂയ. ശത്രുക്കളുടെ ഇടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും. സ്തോത്രം. എന്താ ഇവർ ചെയ്തത്? ഇവർ വിശുദ്ധ അലങ്കാരം ധരിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് വാഴ്ത്തി. നമ്മുടെ ഇടയിൽ അവിടെ ചുമ്മാതിരിക്കാനല്ല കർത്താവ്, നീ എഴുന്നേറ്റിട്ടൊന്ന് നടക്കണം. വിശ്വാസത്താലെ നീ നടക്കണം. ഞാൻ പലപ്പോഴും പറഞ്ഞു, നിങ്ങൾ നടന്നു പോകുമ്പോൾ ബിൽഡിങ്ങിൻ്റെ അടിയിലൂടെ ഒരു ഭവനത്തിൽ പോകുമ്പോൾ ഒറ്റയ്ക്ക് നിങ്ങൾ എവിടെ നടന്നു പോയാലും 24 hours നിങ്ങൾ എവിടെയായാലും നിങ്ങൾ ചിന്തിക്കേണ്ടത്, പെട്ടെന്ന് നിങ്ങൾ ചിന്തിക്കണം, ഒരു CC ക്യാമറ എന്നെ കണ്ടുകൊണ്ടേയിരിക്കുന്നു 24 മണിക്കൂറും. അതുപോലെ തന്നെ നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ച് നിങ്ങൾ ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അന്യഭാഷകളിൽ പ്രാർത്ഥിക്കണം. എത്ര ദിവസമെന്നല്ല ചോദ്യം, എത്ര ദിവസമെന്നല്ല. എൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന ആ വിഷയത്തിൽ ഞാൻ എത്ര മാത്രം പ്രാർത്ഥിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്, അത്രയും ഞാൻ പ്രാർത്ഥിക്കണം. എത്രയാണോ നമ്മുടെ പ്രാർത്ഥന ഉയരേണ്ടത് അത്രയും പ്രാർത്ഥിക്കണം. റിയലി ഐ എം ടെല്ലിങ് യു, എൻ്റെ ജീവിതത്തിലെ കണക്ട് ചെയ്ത് ഞാൻ പറയാണ്, ഓരോ വിഷയങ്ങൾ കടന്നു വരുമ്പോൾ എൻ്റെ ഡാഡി എന്നെ പഠിപ്പിക്കുകയാണ്. സങ്കീർത്തനം 18 പറയുന്നതല്ല, യുദ്ധാഭ്യാസം എനിക്ക് തന്നുകൊണ്ടിരിക്കണം എൻ്റെ വിരലുകൾക്ക്. ഓരോ പ്രശ്നത്തിലൂടെ ഇനി എങ്ങനെ നീ അടുത്ത കടന്നു പോകണം, എങ്ങനെ നീ അടുത്ത സ്റ്റെപ്പ് വെക്കണം. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ആണെന്ന് നമ്മൾ തോന്നും. പക്ഷേ നമ്മൾ അതിലൂടെ കടന്നു പോകുമ്പോൾ ഇപ്പുറം എത്തിക്കഴിയുമ്പോൾ നമ്മൾ പറയും, ഗോഡ് യു വേർ വിത്ത് മീ, ഐ ലവ് യു ഫാദർ, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എത്ര പ്രാവശ്യം നമുക്ക് പറയാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങളതൊന്ന് ചാലഞ്ച് ചെയ്ത് നോക്കിക്കേ, നിങ്ങളൊന്ന് അനുഭവമാക്കി നോക്കിക്കേ. എൻ്റെ പ്രശ്നത്തിൽ ഞാൻ ഒറ്റയ്ക്കാണ് നടന്നു പോകുന്നത്. യെസ്, ഐ ആം എലോൺ. പക്ഷേ ഞാൻ ഈ വിഷയത്തെ ഓവർകം ചെയ്യും. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഏതിനെ? ഈ വിഷയത്തെ. മോവാബിനെയും അമ്മോന്യരെയും അവരോടുകൂടെ മെയൂരിൽ ചിലരും യഹോശാഫാത്തിൻ്റെ നേരെ യുദ്ധത്തിന് വന്നു. യഹോശാഫാത്തിൻ്റെ പേര് നമ്മുടെ പേരുകൾ വയ്ക്കാം. റാണിക്ക് നേരെ യുദ്ധത്തിന് വന്നു. അല്ലെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന റേച്ചൽ ആൻറ്റിക്ക്, ലീലാമ ആൻറ്റിക്ക്, ശോശാമ ആൻറ്റി, മീനു, ആർക്ക് വേണ്ടിയിട്ടും പേരെഴുതാം. ബിന്ദു, സ്നേഹ, ദീപ, എല്ലാവരുടെ പേരുകൾ വെച്ചോ. ഹല്ലേലൂയ. ദൈവം പറയാണ്, അവരെ തോറ്റുപോകുമാറാക്കി. എപ്പോഴാണ്? അവരെ ആശ്രയിച്ചപ്പോൾ. ഹല്ലേലൂയ. ആ അധ്യായത്തിൻ്റെ തന്നെ 26 വാക്യം, 4-ാം ദിവസം അവർ
അമ്മേ ബെറാക്ക താഴ്വരയിൽ ഒന്നിച്ചുകൂടി. അവർ അവിടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്നുവരെ അമ്മേ ബെറാക്ക താഴ്വര എന്ന് പേര് പറഞ്ഞു വരുന്നു. നോക്കിക്കേ, എന്താണ് ഇവിടുത്തെ വെപ്പൺ? എന്താണ്? പുതിയ നിയമത്തിൽ നമ്മളോട് പറയുന്നതാണ് സ്തോത്രം ചെയ്യുവിൻ. നമ്മൾ എത്ര പേർ സ്തോത്രം ചെയ്യാൻ തയ്യാറാണ്? നമ്മളുടെ വിഷയം ഒന്ന് കടന്നു വരുമ്പോൾ ഞാൻ പറയുന്ന നിങ്ങളോട് വ്യക്തിപരമായി ഇടപെടുകയാണ്. നമുക്കൊരു പ്രശ്നം കടന്നു വരുമ്പോൾ നമ്മൾ വേഗത്തിൽ മറ്റൊരാളെ വിളിച്ചിട്ട് കരഞ്ഞിട്ട് സിസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കണേ, കരഞ്ഞിട്ട് സം ടൈം നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല. പിശാചി നമ്മൾ കരയുന്നത് ഭയങ്കര സന്തോഷമാണ്. ചില സമയത്ത് നമ്മുടെ കരച്ചിലൊന്നും ദൈവം അത് മാനിക്കത്തില്ല. കാരണം അവിടെ കരയുവാനല്ല ദൈവവൈതലിനെ പഠിപ്പിക്കുന്നത്. ജാതികൾ കരയട്ടെ, നീ കരയാനല്ല പറയുന്നത്. ജാതികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, അവരെ പ്രൊമോട്ട് ചെയ്യണം, അവരെ എൻകറേജ് ചെയ്യണം. എന്നുവെച്ചാൽ ദൈവമക്കളെ ഇന്ന് പ്രൊമോട്ട് ചെയ്ത് എൻകറേജ് ചെയ്യില്ല. അവർക്ക് സ്ട്രെങ്തനിങ് വേർഡുകളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും. അല്ലാതെ അയ്യോ സിസ്റ്ററെ കരയല്ലേ, പോട്ടെ സാറില്ല, അതങ്ങനെ ഇങ്ങനെയല്ലേ, അയ്യോ അങ്ങനെയല്ല. യു ഹാവ് ടു മേക്ക് ദം യെസ് വാട്ട് എവർ യു ആർ ഡൂയിങ് ഈസ് റൈറ്റ്, ഗോ ഹെഡ് സിസ്റ്റർ. എൻകറേജ് ചെയ്യണം അവരൊന്നുകൂടെ മുന്നോട്ട് പോകാൻ തയ്യാറാവണം. അവരൊറ്റയ്ക്ക് യാത്ര ചെയ്യിപ്പിക്കണം. ഹല്ലേലൂയ. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു യുദ്ധം, ഒരു സ്വിമ്മിംഗ് പൂളിൽ സ്വിമ്മിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞ്, ഒരു 3 വയസ്സുള്ള കുഞ്ഞ് 6 ഫീറ്റിൽ വെള്ളത്തിലേക്ക് താണുപോയെന്ന് വെച്ചു. അതിൻ്റെ അമ്മ പെട്ടെന്ന് അതിനെ രക്ഷിക്കാനായി താഴോട്ട് പോകുമ്പോഴേ ഒരിക്കലും അമ്മയ്ക്ക് അതിനെ രക്ഷിക്കാൻ പറ്റത്തില്ല. ഒരിക്കലും ഒരു അമ്മയ്ക്ക് ഒരു കുഞ്ഞിനെ, സ്വിമ്മിംഗ് പൂളിൽ കിടക്കുന്ന കുഞ്ഞിനെ രക്ഷിക്കാൻ പറ്റില്ല. കാരണം വളരെ ശക്തമായിരിക്കും. ആ കുഞ്ഞിന് 3 വയസ്സേ ഉള്ളെങ്കിലും അവന് 30 കിലോയോ 25 കിലോയോ ഉള്ളെങ്കിലും സ്വിമ്മിംഗ് പൂളിൻ്റെ അണ്ടറിൽ പോയി കഴിയുമ്പോൾ അവൻ്റെ വെയിറ്റിൻ്റെ ശക്തി, അവന് 50 കിലോക്കാരൻ്റെ ശക്തിയായിരിക്കും അവന് പവർ. കാരണം അവൻ മരിക്കാൻ പോകുന്നത് പോലെ എന്ത് ചെയ്യണമെന്ന് അവൻ അറിയില്ല. അവൻ എങ്ങനെയെങ്കിലും ഇതിനകത്തുനിന്ന് പുറത്തുനിന്ന് വന്നാൽ മതി. ആ സമയത്ത് അമ്മ റെസ്ക്യൂ ചെയ്യാൻ പോകുന്നത്. അമ്മ സ്നേഹം കൊണ്ട് അവനെ പിടിക്കാൻ പോകുമ്പോൾ അമ്മയും കൂടെ അവൻ വലിച്ചു താഴെയിടും. അമ്മ സ്വിമ്മിങ് അറിയാത്ത അമ്മയാണെങ്കിൽ ഫിനിഷ്. പക്ഷേ ഒരു ഇൻസ്ട്രക്ടർ ആണെങ്കിൽ, ഈ സ്വിമ്മിങ്ങിനെ കുറിച്ച് എല്ലാം അറിയുന്നവനാണെങ്കിൽ താഴേക്ക് അവൻ ആദ്യം ദൂരത്ത് നിന്നിട്ട് അവനെ കുഞ്ഞിനെ ഒന്ന് നോക്കിയിട്ട് കുഞ്ഞിൻ്റെ കീത്താടിക്ക് നോക്കി ഒറ്റ ഇടിയം കൊടുക്കും. അവൻ അറിയാതെ തന്നെ. കുഞ്ഞറിയുന്നില്ല, കുഞ്ഞിൻ്റെ കണ്ണടഞ്ഞിരിക്കുകയാണ്. അവനെ ഇടിച്ചു കഴിയുമ്പോൾ കുഞ്ഞ് അൺകോൺഷ്യസിലേക്ക് പോകും പെട്ടെന്ന്. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അവനെ പിടിച്ച് എടുത്ത് സോഫ്റ്റായിട്ട് എങ്ങനെ അവനെ കൊണ്ടുവരണോ അങ്ങനെ ഈ സ്വിമ്മിങ് ഇൻസ്ട്രക്ടറിന് അവനെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. കുഞ്ഞിനെ രക്ഷിക്കാൻ സാധിക്കും. ഇൻസ്ട്രക്ടറിന് ഒരു പ്രോബ്ലമില്ല. ഇതുപോലെയാണ് നമ്മുടെ പിതാവാം ദൈവം നമ്മൾക്ക് വേണ്ടി ചെയ്യുന്നത്. പല സംഭവങ്ങൾ നമ്മളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ ഒന്ന് ഇടിക്കുന്നത്, നമ്മളെ ഒന്ന് വേദനിപ്പിക്കുന്നത്, നമ്മളെ ഒന്ന് ഉടയ്ക്കുന്നത്, നമ്മളെ ഒന്ന് ശൃംഖയിക്കുന്നത്, നീ ആ വിഷയത്തിലൂടെ ഇറങ്ങി നീ ഓവർകം ചെയ്തു വരുമ്പോൾ നിനക്ക് നാളെ മറ്റൊരാളെ റെസ്ക്യൂ ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. നീ അണ്ടിലുള്ള വെള്ളത്തിൽ വീണ് ഇങ്ങനെ വെപ്രാളം കാണിച്ചില്ലെങ്കിൽ നിനക്ക് എങ്ങനെ മനസ്സിലാകും ഇങ്ങനെ റെസ്ക്യൂ ചെയ്യുന്നൊരു ഇൻസ്ട്രക്ടർ ഉണ്ടെന്ന്? ഹല്ലേലൂയ. എത്ര പേർ തയ്യാറാണ്? ഞാൻ ഞാൻ കുരു താഴ്വരി കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. അനർത്ഥം വരും, പക്ഷെ നീ റെസ്ക്യൂവിന് വേണ്ടി ഇരിക്കുന്നതാണെങ്കിൽ, തിമോത്തിയുടെ ലേഖനത്തിൽ പറയുന്നു, പടക്കിറങ്ങിയവരൊന്നും ഭയപ്പെട്ട് നിൽക്കുകയല്ല, അവർ സ്വന്തം കാര്യങ്ങളെ നോക്കാതെ പടയ്ക്കൊരുങ്ങിയവൻ ആ ഏൽപ്പിച്ചവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ ആ യുദ്ധം സഫലമായി തന്നെ തീരുക തന്നെ ചെയ്യും. അങ്ങനെ 4-ാം ദിവസം അവർ ബെറാക്ക താഴ്വരയിൽ ഒന്നിച്ചുകൂടി. അവർ അവിടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് ആ സ്ഥലത്ത് ഇന്നുവരെ ബെറാക്ക താഴ്വര എന്നു പേർ പറഞ്ഞു വരുന്നു. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ബെറാക്ക താഴ്വരകൾ ഉണ്ടാകട്ടെ. ഒരു യുദ്ധം നേരിടുമ്പോൾ, ഒരു പ്രശ്നം നേരിടുമ്പോൾ ഈ ബെറാക്ക താഴ്വര ഒന്ന് ഓർക്കണം. ഓരോ പേരുകൾ നമ്മൾ ഓർക്കണം. യഹോവ നിസ്സി, യഹോവ ഷാലോം, യഹോവ ഷമ്മ, യഹോവ എലോഹീം. ഓ റാബ ലാബ ശംദരേ. 27-ാം വാക്യം പറയുന്നു, യഹോവ അവർക്ക് ശത്രുക്കളുടെ മേൽ ജയഘോഷം നൽകിയതുകൊണ്ട് യഹൂദ്യരും യെരുശലേമ്യരും എല്ലാം മുമ്പിൽ യഹോശാഫാത്തുമായി സന്തോഷത്തോടെ യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. ഹല്ലേലൂയ. ഇന്ന് അനേകർ സന്തോഷത്തോടെ മടങ്ങി വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. യെസ്, യു ആർ ഗോയിങ് ടു കം ബാക്ക്. ഒരുവന്റെ വഴിയിൽ ദൈവത്തിന് പ്രസാദം തോന്നിയപ്പോൾ അവന്റെ ഗമനത്തെ സ്ഥിരമാക്കിയ ദൈവം. ആമേൻ. ഹല്ലേലൂയ. യോസഫേ, നിന്റെ ചെടി വളരുക തന്നെ ചെയ്യും. അതിൽ മതിലുകൾ നിന്നെ ചരിക്കാൻ നോക്കിയാലും നിന്നെ വളർത്തുകയില്ലെന്ന് പറഞ്ഞാലും മതിലിന്റെ മുകളിലൂടെ പടർന്നത് പുറത്തേക്ക് വരുവാൻ ഇടയാക്കും കർത്താവ്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം. ജെനിസിസ് ചാപ്റ്റർ 49 വേഴ്സ് 22. ജോസഫ് ഫലപ്രദമായ വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ, അതിൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവർ എയ്തു അവനോട് പൊരുതു. അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവന്റെ ഭുജം യാക്കോബിന് വല്ലഭന്റെ കൈയാൽ ബലപ്പെട്ടു. ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ആമേൻ. ദൈവമക്കളെ, ജോസഫ് ഫലപ്രദമായ വൃക്ഷമാണെങ്കിൽ
അത് പന്തലിക്കുക തന്നെ ചെയ്യും. കാരണം അവൻ്റെ കൂടെയുള്ളതാരാണ്? യാക്കോബിൻ്റെ ദൈവമാണ്, ഇസ്രായേലിൻ്റെ ദൈവം, വല്ലഭൻ. യാക്കോബിൻ വല്ലഭന്റെ ഭുജബലത്താൽ വിടുതലുണ്ട്, വിടുതലുണ്ട്. ശാലേമിൻ രാജനമേശുവിങ്കൽ വീണ്ടെടുപ്പുള്ളതിനാ, ശാലേമിൻ രാജനമേശുവിങ്കൽ വീണ്ടെടുപ്പുള്ളതിനാൽ, യാക്കോബിൻ വല്ലഭന്റെ ഭുജബലത്താൽ വിടുതലുണ്ട്, വിടുതലുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, എത്ര പേർ വിശ്വസിക്കുന്നു? നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഭുജം ഒന്ന് ഏറ്റിട്ടുണ്ടോ? ഈ ഗ്രേസ്, വാട്ട് ഈസ് ഗ്രേസ്? നിങ്ങൾ അർഹിക്കാത്തടുത്ത് തരുന്ന ഗ്രേസ്? നോ, ഇറ്റ് ഈസ് കൃപ മേൽ കൃപ. അവൻ്റെ ആ സാന്നിധ്യം, അവൻ്റെ ആ ശക്തി, അവൻ്റെ ആ മഹത്വം നമ്മളിലേക്ക് വ്യാപരിക്കുകയാണ്. കൃപ മേൽ കൃപ. കൃപ എല്ലാവർക്കും കിട്ടും, പക്ഷെ കൃപ മേൽ കൃപ, ഗ്രേസ് അപ്പോൺ ഗ്രേസ്. ഓ റാബാലാബ ശാന്തരെ, അത് അനുഭവിക്കണമെങ്കിൽ നീ ഈ ടേണലിലൂടെ ഒന്ന് കടന്നു പോകും. അതിനാ കർത്താവ് എപ്പോഴും പറഞ്ഞു, നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കണം, ഒറ്റയ്ക്ക് കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കണം, ഒറ്റയ്ക്ക് വചനം വായിക്കണം. കൂട്ടത്തിലിരുന്ന് വായിക്കാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അത് എപ്പോഴും അത് ആഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മളൊരു സൂം കഴിഞ്ഞിട്ട് വേറൊരു ഏത് സുമി. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, പലപ്പോഴും എനിക്ക് ലൈവിൽ വരുന്നവരോട് തന്നെ ഭയങ്കര വിഷമം തോന്നും. അവർ ഭൗതികമായതിനെ പിടിച്ചു പൊക്കുമ്പോൾ ഈ ലൈവ് ആയതുകൊണ്ട് എനിക്ക് സ്റ്റോപ്പ് ചെയ്യാനും പറ്റത്തില്ല. ചിലർ പറയും ഞങ്ങളുടെ ഫോൺ നമ്പർ ചോദിച്ചോളൂ, ഞങ്ങളെ സഹായിക്കൂ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. കാരണം പുതിയ നിയമത്തിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ, നിൻ്റെ ആവശ്യങ്ങളെ കർത്താവ് നല്ലതായി അറിയുന്നു. നിൻ്റെ ഹൃദയം നുറുങ്ങുമ്പോൾ, നിൻ്റെ തലമുടിയിലെ മൊഴി പോലും കൊഴിയുന്നത് നീ നാളെക്കുറിച്ച് വിചാരപ്പെടരുതെന്ന് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ വ്യക്തമായി പറയുമ്പോൾ, വീണ്ടും നമ്മൾ വചനത്തിനെതിരായി ദൈവദാസികൾ തന്നെ സംസാരിക്കുമ്പോൾ, അമ്മേ എങ്ങനെയെങ്കിലും സൂം മീറ്റിംഗ് കിട്ടണം ജോ, അമ്മേ ഞാൻ അവിടെ എൻ്റെ ഫ്ലയർ, അവിടെ എൻ്റെ ഫ്ലയർ ഇടേ. ഇതൊന്നും ദൈവഹിതമല്ല ദൈവമക്കളെ. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് മറ്റൊരുവനെ വളർത്തുവാനും ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കുവാനുമാണ്. നദേലിനോട് ആമേൻ ഫിലിപ്പോസ് പറഞ്ഞു, നീ വന്ന് കാണുക. ഓ റാബാലാബ ശാന്തരേ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, എന്നെ ദൈവം എൻകൗണ്ടർ സമയത്ത് എൻ്റെ ടെസ്റ്റ് മണിയിലുള്ളതാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, ഇന്ന് പകൽക്കാലത്തിൽ ഓരോ ഫിലിപ്പോസുകളും എഴുന്നേൽക്കട്ടെ, ഓരോ ഫിലിപ്പോസുകളും എഴുന്നേൽക്കട്ടെ. അതിൻ്റെ 49-ാം വാക്യത്തിൽ പറയുന്നു, യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ നദേലിന് അവനോട്, റബ്ബി നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിൻ്റെ രാജാവെന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറയുകൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? നീ ഇതിനേക്കാൾ വലിയത് കാണുമെന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണുമെന്ന് അവനോട് പറഞ്ഞു. ഇതാണ് റാണിസിസിൻ്റെ വാഗ്ദത്തം. ദൈവം എനിക്ക് ഫസ്റ്റ് എൻകൗണ്ടർ, ദൈവം ആമേൻ ഹല്ലേലൂയ എൻ്റെ മേൽ ആ ഒരു അത്യന്ത ശക്തി എൻ്റെ മേൽ അന്യഭാഷകൾ പകരുമ്പോൾ, ഞാനുമായിട്ടുള്ള ഫസ്റ്റ് മൈറ്റി എൻകൗണ്ടറിൻ്റെ ജീവിതത്തിൽ നടക്കുമ്പോൾ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു അത്. ഐ കനോട്ട് എക്സ്പ്ലെയിൻ ടു യു ദാറ്റ് വാട്ട് ഈസ് മൈ എക്സ്പീരിയൻസ്. ആ ഒരു പവറിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് ഈ 14 വർഷമായിട്ടും. ഹല്ലേലൂയ. നദേലിന് അവനോട്, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ചോദിച്ചു. 46-ാം വാക്യം, ഫിലിപ്പോസ് അവനോട്, വന്ന് കാണുക എന്ന് പറഞ്ഞു. നദേലിൽ തൻ്റെ അടുക്കൽ വരുന്നത് കണ്ട് യേശു, ഇതാ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ല എന്ന് അവനെക്കുറിച്ച് പറഞ്ഞു. നദേലിനോട് പിന്നെ ചോദിക്കുക, എന്നെ എങ്ങനെ അറിയുമെന്ന്. ദൈവം ഇതിലെ നിന്റെ ഹൃദയത്തിൽ ഒരു ശാന്തത വരുവാൻ, നീ തുറമുഖത്തെത്തിക്കാൻ പോവുകയാണ് കർത്താവ്. ആമേ ഇതുപോലെ കരിഞ്ഞും ആമേ വിലപിച്ചും മറുത്തും നീ വേദനിച്ചും നീ ഒറ്റപ്പെട്ടു സഹിച്ചില്ലേ? ഇനി നിന്റെ പേൽ ഗ്രേസ് അപ്പോൺ ഗ്രേസ്, കൃപ. ആ വിഷയം മാറ്റിവെക്കും. നീ കർത്താവുമായിട്ട് ചേർന്നിരിക്കും. കർത്താവിൻ്റെ സാന്നിധ്യത്തെ നീ അറിയും. അച്ചത്തലാണ് സന്തോഷവും സമാധാനം, പീസ് ആൻഡ് ജോയ് ഇൻ ദ ട്രിബുലേഷൻ. ആമേ കഷ്ടത, സഹിഷ്ണുത, സിദ്ധത, പ്രത്യാശ, അതിൽ നമ്മെ ലജ്ജിച്ചു പോകുകയില്ല. അത് നമ്മെ സന്തോഷിപ്പിക്കാനിടയാകും. ഒരു കഷ്ടം വന്നു വെച്ച് നിങ്ങൾ പാനിക്കാകരുത്. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നു, ഒരു കഷ്ടം വന്നു വെച്ച് നിങ്ങൾ നെവർ ഗീവ് അപ്പ്. God has a plan about you, great plan about you. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ പറയുന്നു, അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, എത്ര പേർക്ക് ദൈവത്തോട് ചേരുവാൻ, ദൈവസ്നേഹത്തിൽ ആഴമായി ഇറങ്ങുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? നിങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, വിശന്ന് നീതിക്ക് വേണ്ടി കരയുന്നവർ ഭാഗ്യവാന്മാർ, ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ.
ആമേൻ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകുന്നു. നിങ്ങളെ കൊണ്ട് പല കള്ളത്തരങ്ങളും പറയുമ്പോൾ നിങ്ങൾ നെവർ ഗിവ് അപ്പ്. ആമേൻ. മുമ്പേ നിന്നും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം എങ്ങനെ ചുമക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. ആകയാൽ നാം എന്ത് തിന്നും, എന്ന് കുടിക്കുമെന്ന്, ഉടുക്കുമെന്ന് വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇവയൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. അതുകൊണ്ട് നാളെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടരുത്. നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന് അതത് തന്നെ ദോഷം മതി എന്ന് വെക്കണം. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 27 മുതലുള്ള വാക്യങ്ങളാണ്. വിചാരപ്പെടരുത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. പ്രശ്നം വരും, പ്രതികൂലം വരും, പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ആ ജോയ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ദ ജോയ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരു ദൈവ പൈതൽ ട്രിബുലേഷനിലൂടെ കടന്ന് കർത്താവ് അനുവദിക്കുന്ന ഏത് പ്രശ്നത്തിലും നിങ്ങൾക്ക് അനുഭവിക്കുന്ന നിങ്ങളെ ഒന്ന് ഓവർകം ചെയ്യിപ്പിക്കാനാണ് ആവശ്യത്തിലൂടെ കടത്തിവിട്ടിട്ട്. നിങ്ങൾ ഓവർകം ചെയ്യണമെങ്കിൽ നിങ്ങൾ ദൈവം അനുവദിക്കുന്ന ക്രൂശ് ചുമക്കാൻ റെഡിയാവണം. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ആഗ്രഹിച്ചാൽ തന്നെത്താൻ പരിത്യജിച്ച് തൻ്റെ ക്രൂശുമെടുത്ത് എൻ്റെ പിന്നാലെ ഡിനൈ യുവർ സെൽഫ്. നമ്മളെ ഡിനായി ചെയ്യിപ്പിക്കുവാൻ. നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഒരു ക്രൂശ് ദൈവം അനുവദിക്കുന്നത്? നമ്മളെ ഒന്ന് ഉടയ്ക്കുവാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളെ ഉടയ്ക്കുമ്പോൾ നമ്മുടെ സെൽഫിനെ ഉടയ്ക്കാൻ പറ്റും ദൈവത്തിന്. നമ്മുടെ ഫ്ലഷിനെ ഒന്ന് ഉടച്ചതിന് ശേഷമേ ദൈവത്തിന് ആ ഗ്ലോറിയെ നമുക്ക് നിറയ്ക്കാൻ പറ്റൂ നമ്മളിലേക്ക്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ. കാരണം യുദ്ധം വരുന്നുണ്ട്. യഹോശാഫാത്തിനെ ദൈവം രക്ഷിക്കണമെങ്കിൽ, കൂട്ടരെ ദൈവം രക്ഷിക്കണമെങ്കിൽ, ഹല്ലേലൂയ, അവർ വീണകളോടും കിന്നരങ്ങളോടും കാഹളങ്ങളോടും കൂടെ യെരൂശലേമിലെ യഹോവയുടെ ആലയത്തിലേക്ക് ചെന്നു. നമ്മൾ ഓരോരുത്തരും ഇന്ന് യഥാസ്ഥാനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആലയം നമ്മുടെ ശരീരമാകുന്നു. ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളത്തിൽ വസിക്കുന്നുവെങ്കിൽ ഈ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഹോ റാബാലാബ ശംദരെ. എത്ര പേർ വിശ്വസിക്കുന്നു? നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ലോർഡ്. Hallelujah. When God is for us, who can be against us? ദൈവമക്കളെ, never give up എന്ന് പറയാൻ കാരണം അതാണ്. കർത്താവ് നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം മാറും. നിങ്ങളുടെ ഉള്ളത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലക്കി വാങ്ങിയിരിക്കൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 19-ഉം 20-ഉം വാക്യങ്ങൾ. ഹല്ലേലൂയ. എത്ര പേര് നിങ്ങളുടെ പ്രശ്നം വരുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു? എനിക്ക് ആര് മെസ്സേജ് അയച്ചാലും ഞാൻ അവരോട് എത്ര കരഞ്ഞ് എന്നോട് പറഞ്ഞാൽ ഞാൻ പറയുന്നത്, ദൈവമക്കളെ, 142-ാം സങ്കീർത്തനം വായിച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ എൻ്റെ ദൈവം, ഞാൻ എൻ്റെ ദൈവം, എൻ്റെ ദൈവം. നിങ്ങൾ കരയണം, നിലവിളിക്കണം. നിങ്ങളുടെ പ്രശ്നം എത്രയാണോ അത്രയും നിങ്ങൾ നിലവിളിക്കണം. പ്രാർത്ഥനാ ശൈലി കീപ്പപ്പ് ചെയ്യണം. അതിനെതിരായി ചിലരിങ്ങനെ പ്രാർത്ഥിക്കാൻ ഞാൻ പ്രാർത്ഥിക്കണം, അതൊക്കെ നിന്നു പോകണം. ജാതികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒരാളുടെ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി അവർക്ക് പ്രാർത്ഥിക്കുക. അവരെ സ്ട്രെങ്തൻ ചെയ്ത് മുന്നോട്ടയക്കുക. ഷുഡ് നോട്ട് ബി എ ഐഡൽ. ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തുവാണ് മീഡിയേറ്റർ ആയിട്ടിരിക്കുന്നത്. നീയും ഞാനും അല്ല മീഡിയേറ്റർ ആയിട്ടിരിക്കുന്നത്. നീ ഒരു ഫിലിപ്പോസ് ആയിട്ടിരിക്കാൻ നിനക്ക് പറ്റും. യു ക്യാൻ കണക്ട് ടു ജീസസ്. ഹല്ലേലൂയ. അല്ലാത്തതെല്ലാം ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്ന് മറന്നു പോകരുത്. നമ്മുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുവാനായി ഏത് വിധത്തിലും ഒരാളെ ബലപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ്. അവർ തീയിലൂടെ കടന്നുപോലും അവരെ തണുപ്പിക്കുന്നത് നല്ലതാണ്. പിന്നെയും അവർക്ക് മുന്നോട്ട് പോകാനുള്ള വ്യഗ്രത ഉണ്ടാകും. ഹല്ലേലൂയ. യഹോവ ഇസ്രായേലിൻ്റെ ശത്രുക്കളെ യുദ്ധം ചെയ്തു എന്ന് കേട്ടപ്പോൾ ദൈവത്തിൻ്റെ ഭീതി ആ ദേശത്തിലെ സകല രാജ്യത്തിൻ്റെ മേലും വന്നു എന്ന്. ഹല്ലേലൂയ. ദൈവവൈതലേ, നിന്റെ കൂടെ കർത്താവ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ നീ തന്നെ ഈ യുദ്ധത്തിലോട്ടൊന്ന് ഇറങ്ങണം. നീ ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ വാഴ്ത്തണം, ദൈവത്തെ നന്ദി പറയണം. ഇന്നു മുതൽ സ്തുതിക്കാൻ തയ്യാറാണോ? നിന്റെ പ്രശ്നങ്ങളെ കണ്ടുകൊണ്ട് നീ എത്ര ദിവസം സ്തുതിക്കുമെന്നല്ല, നമ്മൾ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് ഒരു വെപ്പൻ. നമ്മുടെ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽക്കണം. എഫേസ്യ ലേഖനം 6-ൽ പറയുന്നു, വിശ്വാസം എന്ന പരിചയം നമ്മളെ രക്ഷിച്ചു, നമ്മളെ നീതീകരിച്ചു, നമ്മളെ ശക്തീകരിച്ചു, വചനമുള്ളത്തിൽ തന്നു, വിശ്വാസം എന്ന വാള് തന്നു, ആത്മാവിൻ്റെ പ്രാർത്ഥന നമ്മുടെ ഉള്ളത്തിൽ തന്നു. നമ്മൾ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? ഇതൊന്നും ഉപയോഗിക്കാതെ ഞാൻ ഇനി പ്രാർത്ഥിക്കുന്നു, ഞാൻ തളർന്നു എന്ന് പറയല്ല. അനേകരെ ക്രൂശിൽ നമ്മൾ അവരെ ആ ക്രൂശിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകണേ, അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ പല ക്രൂശുകൾ ചുമക്കേണ്ടതായി വരും. ഇതൊന്നും നമ്മളല്ല ചെയ്യുന്നത്, യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. അപ്പോൾ എല്ലാവരും നമ്മളുടെ ഉള്ളത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തിയെ കണ്ടിട്ട് മറ്റുള്ളവരിലേക്ക് ഒരു ഭീതി കൊണ്ടുവരണം. അവിടെയാണ് വിക്ടറി. നിന്റെ ഉള്ളത്തിൽ കർത്താവ് വസിക്കുന്നുവെന്ന് നീ ആ കഷ്ടത്തിലൂടെ കടന്നുപോയി അവിടെ ജയം പ്രാപിക്കുമ്പോൾ വചനത്താലും പരിശുദ്ധാത്മാവ്, നിൻ്റെ കൂട്ടത്തിലുള്ള പരിശുദ്ധാത്മാവ് നിൻ്റെ ഉള്ളത്തിലുള്ള വചനത്തെ എടുത്ത് ഉപയോഗിച്ച് നിന്നെ ഓവർകം ചെയ്യിപ്പിച്ച ആ സിറ്റുവേഷനിൽ വചനമെന്ന വാളെടുത്തുകൊണ്ട് നീ അതിനെ വെട്ടി ഇപ്പുറത്ത് കടന്നു വരുമ്പോൾ നിൻ്റെ ശത്രുക്കൾ നിന്നെ കണ്ട് ഭയക്കും. കാരണം നിന്നിൽ വ്യാപരിച്ചത് കർത്താവാണ്. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്.
ഇങ്ങനെ അവൻ്റെ ദൈവം ചുറ്റും വിശ്രാമം നൽകിയതുകൊണ്ട് യഹോശാഫാത്തിൻ്റെ രാജ്യം സ്വസ്ഥമായിരുന്നു. എത്ര പേർക്ക് വിക്ടറി ഈസ് വിത്ത് യു. വിക്ടറി ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. കർത്താവിനാണ് സകല മഹത്വം. പലരെയും നമ്മളിൽ നിന്ന് മാറ്റിയത് അതിനു വേണ്ടിയിട്ടാണ്. പലരെയും നമ്മളെ അടുപ്പിക്കാത്തത് അതുകൊണ്ടാണ്. പലരെയും നമ്മൾക്ക് ശത്രുക്കളാക്കിയത് അതുകൊണ്ടാണ്. കാരണം ഹല്ലേലൂയ, നിന്നെ ദൈവമായിട്ട് അടുപ്പിക്കുവാൻ വേണ്ടി, ദൈവത്തോട് നീ കൂടുതൽ നടക്കുവാൻ വേണ്ടി. 4 ദിക്കിലും നീ പറയില്ലേ, വാൾ കൊണ്ടുവച്ചു, എനിക്ക് സപ്രഷനാണ്, ഡിപ്രഷനാണ്, എന്നെ ഒറ്റയ്ക്കാക്കി, ഞാൻ ഈ അവസ്ഥയിലൂടെ എങ്ങനെ പോകും, ഞാൻ കാണുന്നത് എന്നെ വേദനിപ്പിക്കുന്നു, ആ സംഭവം ഈ സംഭവം, അത് ഇത്, ചില ഭയങ്ങൾ, ചില രാത്രിയിൽ കണ്ട കിനാവുകൾ ഓരോന്നെന്നെ ഭയപ്പെടുത്തുന്നു. ദൈവത്തിലെ നീ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ ഇതൊക്കെ നിന്നെ വിട്ട് ഓടിപ്പോകാനിടയാകും. അൾട്ടിമേറ്റ് വെപ്പൺ ഇസ് പ്രേയർ. ഇന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? കണ്ണുകളെ അടച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവെ, നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഒരു യുദ്ധം നേരിട്ടാലും ഞങ്ങൾ ഭയപ്പെടുകയില്ല. അമ്മ, ദൈവശക്തി ഞങ്ങളുടെ മേലുണ്ട്, പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന കർത്താവ് യേശു ക്രിസ്തു സ്വർഗ്ഗത്തിലുണ്ട്. ഞങ്ങൾ അവൻ്റെ മക്കളാകുന്നുവെങ്കിൽ പ്രാഗൽഭ്യത്തോടെ ഞങ്ങൾ വിളിച്ചു പറയുന്നു, നിന്നാൽ ഞങ്ങൾ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞാലും എൻ്റെ ദൈവത്താൽ ഞങ്ങൾ മതിൽ ചാടിക്കിടക്കും. വിശ്വാസം എന്ന പരിചയത്തോടെ നിൽക്കുന്നു. അമ്മേ, അല്പവിശ്വാസികളെ, നിങ്ങളുടെ വിശ്വാസം എവിടെ? വിശ്വാസം വർദ്ധിക്കട്ടെ ഇന്ന് രാത്രിയിൽ, ഇന്ന് പകലിൽ. ഹല്ലേലൂയ. വിശ്വാസം വർദ്ധിക്കട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ, ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കട്ടെ, ആർദ്രത വർദ്ധിക്കട്ടെ, കരുണ വർദ്ധിക്കട്ടെ, ദയ വർദ്ധിക്കട്ടെ, സമാധാനം വർദ്ധിക്കട്ടെ, ജോയ് വർദ്ധിക്കട്ടെ. കർത്താവിൻ്റെ സ്നേഹം നിങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. അവൻ്റെ ഇഷ്ടത്തോട് അനുരൂപമാകുവാൻ, അവൻ്റെ സ്വഭാവത്തോട് അനുരൂപമാകുവാൻ കർത്താവ് നമ്മളിൽ തരുന്ന ഓരോ സിറ്റുവേഷനായി സ്തോത്രം. ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ആഗ്രഹിച്ചാൽ തന്നെ താൻ പരിത്യജിച്ച് തൻ്റെ ക്രൂശുമെടുത്ത് തൻ്റെ പിന്നാലെ വരുന്ന ദൈവമക്കളെ, നെവർ ഗിവ് അപ്പ്. താഴ്വരയിലേക്ക്, ഹല്ലേലൂയ, ബറാഖ താഴ്വരയിലേക്ക് നമ്മൾ എത്തി. ഒന്നിനെയും കൊണ്ട് ഭയപ്പെടരുത്. ചില കുന്നുകളെ കണ്ട് ഭയപ്പെടരുത്. ബറാഖയിൽ നമ്മൾ എത്തി. ഹല്ലേലൂയ. നമ്മൾ വിശ്രാമം കണ്ടു, നമ്മൾ സമാധാനത്തിലേക്ക് വന്നു, നമ്മുടെ രാജ്യം സ്വസ്ഥമായി, നമ്മുടെ കുടുംബം സ്വസ്ഥമായി. യെസ്, യു ആർ ഗോയിങ് ടു സീ ദ ഗുഡ്നെസ് ഓഫ് ദ ലോർഡ്. ആമേൻ. അവൻ എന്നെ അവിടെ പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. ഹല്ലേലൂയ. ആറ്റിരിക്കുന്നതും നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ശത്രുക്കൾ കാണുക നിനക്ക് ദൈവം ഒരു നന്മ ചെയ്യുവാൻ പോകുന്നു. ശത്രുക്കൾ കാണുക നിന്നെ ഏത് വിഷയത്തിന്റെ മേൽ കർത്താവ് കടത്തിക്കൊണ്ടുപോയോ ദൈവവേദലേ, ആ വിഷയത്തിന്റെ മേൽ മറ്റുള്ളവർ കാണുക തന്നെ നിനക്ക് ഉത്തരം തരുവാൻ പോകുന്ന ദിവസമാണെന്ന് യഹോവ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുന്നു. സാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ കരം ഞങ്ങളോട് കൂടെയുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. ശത്രു ഞങ്ങളെ വീഴുവാൻ തള്ളിയെങ്കിലും ദർശനമുള്ളത് കൊണ്ട് കർത്താവേ, ഞങ്ങൾ വീണില്ല, ഞങ്ങൾ നിലംപരിചായില്ല. നീ ഞങ്ങളെ നടത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ എത്തിക്കേണ്ട സ്ഥാനത്ത്, ഞങ്ങളെ എത്തിക്കേണ്ട തുറമുഖത്ത് നീ എത്തിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഈവൻ ദോ ഐ വാക്ക് ത്രൂ ദ വാലി ഓഫ് ദ ഡെത്ത്, ഐ വിൽ നോട്ട് ഫിയർ ഈവിൽ. നീ എൻ്റെ സങ്കേതമാകുന്നു, നീ എൻ്റെ കോട്ടയാകുന്നു. ഞാൻ ആരെ ഭയപ്പെടും? എൻ്റെ ദൈവം എനിക്ക് ശരണം, എൻ്റെ ദൈവം എനിക്ക് ആശ്രയം, എൻ്റെ ദൈവം എൻ്റെ സർവവും. അത് ആറ്റിരിക്കുന്ന തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായി വൃക്ഷം പോലെ ഇരിക്കും. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ ദൈവം എനിക്ക് സന്തോഷവും സമാധാനവും പ്രത്യാശയുമാകുന്നു. അവൻ്റെ ജീവനദി എന്നിലൂടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ദിനവും നടത്തുന്നു. കർത്താവേ, നിന്റെ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹം പ്രാപിക്കും, കൂട്ടാളികൾ അനുഗ്രഹം പ്രാപിക്കും. ദൈവത്തിൻ്റെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആമേൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ, ഞങ്ങളുടെ കൂട്ടാളിയുടെ മേൽ, അവരുടെ ആത്മാവോടുകൂടി അത് വർദ്ധിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ ഉയർച്ച തന്നെ പ്രാപിക്കും നിശ്ചയമേ. പാതാള ഗോപുരം ജയിക്കില്ല. ഹല്ലേലൂയ. എൻ്റെ ദൈവത്താലെല്ലാം സാധ്യമേ, എൻ്റെ ദൈവത്താലെല്ലാം സാധ്യമേ, എൻ്റെ ദൈവത്താലെല്ലാം സാധ്യമേ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ കരം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എൻ്റെ ദൈവമേ, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കുമെന്ന് പറഞ്ഞ കർത്താവേ, അവൻ എൻ്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തുമെന്ന് പറഞ്ഞ കർത്താവേ, നീ ഞങ്ങളെ കർത്താവെ ആത്മാവിൽ ഉയർത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. സിംഹത്തിൻ്റെ മേലും മണലിമേലും ഞങ്ങൾ ചവിട്ടിയാലും ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും ഞങ്ങൾ മെതിച്ചു കളയും. അത്യന്ത ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ദൈവത്താലെല്ലാം സാധ്യം, എൻ്റെ ദൈവത്താലെല്ലാം സാധ്യം, എൻ്റെ ദൈവത്താലെല്ലാം സാധ്യം. ആഴ്മേൽ നടന്നവൻ, അഗ്നിയിൽ ഇറങ്ങിയവൻ, രാജാതിരാജൻ, ദേവാദിദേവൻ, സർവശക്തൻ, എൻ്റെ ദൈവത്താലെല്ലാം സാധ്യം. എന്നെ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, നെവർ ഗീവ് അപ്പ്. യുദ്ധമുണ്ട്, എല്ലാവർക്കും യുദ്ധമുണ്ട്. എന്നാൽ നീ അവനോട് പറ്റിയിരിക്കുമ്പോൾ
നമ്മളെ ഉയർത്തും. നമ്മുടെ ഹസ്ബൻഡിനെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ പ്രശ്നത്തെ നോക്കരുത്. ആ പ്രശ്നം വരുമ്പോൾ നിനക്ക് ആശ്രയിക്കുവാൻ, ഓടി വരുവാൻ ഒരു അഭയസ്ഥാനമുള്ളത് കർത്താവിൻ്റെ സന്നിധിയാണ്. നിനക്കൊരു സമയം ദൈവം വെച്ചിരിക്കുന്നു പ്രാർത്ഥിക്കുവാൻ. ആ പ്രാർത്ഥനാ സമയം ഇൻക്രീസ് ചെയ്താട്ടെ. വചന ധ്യാനത്തിൽ ഉറ്റിരുന്നാട്ടെ. വായിക്കുന്ന വചനങ്ങൾ എഴുതിയെടുത്താട്ടെ. മറ്റുള്ളവരെ നോക്കണ്ട. അവരെന്നെ വളർത്തിയില്ല, ഇവരെന്നെ വളർത്തിയില്ല, അവരെന്നെ കുത്തി, ഇവരെന്നെ വേദനിപ്പിച്ചു. ദിസ് ഈസ് നോട്ട് ദ മാറ്റർ. ഇതൊക്കെയും നമ്മളെ വളരുവാൻ ദൈവം ആഗ്രഹിക്കുന്നതാണ്. ഇതൊക്കെയും അവർക്കളുടെ മുൻപിൽ നമ്മളെ ആത്മീയമായി മാനിക്കുന്നൊരു ദൈവം. നീ ആ വിഷയത്തിൽ ജയിച്ചു കാണുന്നതാണ് നിന്റെ വിജയം. അല്ലാതെ നിനക്ക് കൊട്ടാരം തന്നതോ നീ അമേരിക്കയിലെത്തിയതോ അല്ല വിജയമായി ഞാൻ പറയുന്നത്. നിന്റെ വിജയം ദുഷ്ടപിശാചിനെ ജയിച്ചതാണ്. ഹല്ലേലൂയ. അതായിരിക്കട്ടെ നമ്മുടെ സാക്ഷ്യങ്ങൾ. ഈ ദിവസങ്ങളിൽ അനേകരെ നമ്മൾക്ക് ഉയർത്തുവാൻ, അനേകരെ കൈത്താങ്ങാകുവാൻ, അനേകർക്ക് രക്ഷയെ കാണിച്ചു കൊടുക്കുവാൻ, സ്വർഗത്തിൽ നമുക്ക് കിരീടങ്ങൾ പ്രാപിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നെവർ നെവർ ഗീവ് അപ്പ്. ഈവൻ ദോ നീ മറ്റൊരാൾക്കൊരു അനുഗ്രഹമാണ്. പിന്നെയും പറയണം, ഈവൻ ദോ നീ മറ്റൊരാൾക്ക് അനുഗ്രഹമാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വായിച്ചത് യഹോശാഫാത്തിൻ്റെ എങ്ങനെ അവൻ്റെ ദൈവം ചുറ്റും വിശ്രാമം നൽകിയതുകൊണ്ട് യഹോശാഫാത്തിൻ്റെ രാജ്യം സ്വസ്ഥമായിരുന്നു. പക്ഷേ പ്രിയ ദൈവപൈതലേ, യഹോശാഫാത്ത് അവിടെ സ്വസ്ഥമായിരുന്നു. പക്ഷെ നമ്മളോട് പറയാണ്, നമുക്ക് എപ്പോഴും ശത്രു മുൻപിലുണ്ട്. ദൈവമക്കളുടെ ആ ഒരു മുന്നോട്ടുള്ള യാത്രയിൽ നമ്മളെ കർത്താവ് ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത് ഒരു പർപ്പസോടു കൂടിയാണെങ്കിൽ 24 hours ഇവൻ നമ്മൾ അലേർട്ടാണ്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടിയായിരിക്കണം. ഒരു സ്വപ്നത്തിലൂടെ അവൻ നമ്മെ വേദനിപ്പിക്കാനിടയാകും. ഒരു വ്യക്തിയിലൂടെ, ഒരു സിറ്റുവേഷനിലൂടെ 24 hours ഒരു ദൈവപൈതൽ വിചാരിക്കണം, CC camera is with me, God Shekinah is with me, His grace is with me, I will overcome with word of God. പരിശുദ്ധാത്മാവ് അതിനെ സഹായിക്കും. His power is inside you. നെവർ ഗീവ് അപ്പ്. ഇന്നു മുതൽ പറയരുത് ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ല എന്ന്. ഹല്ലേലൂയ. നമ്മുടെ മിഡ് നൈറ്റ് പ്രെയർ എവറി നൈറ്റ് 12 o'clock നമ്മുടെ മിഡ് നൈറ്റ് പ്രെയർ ഉണ്ട്. ഇന്ത്യൻ ടൈം 12 o'clock യൂട്യൂബ് ലൈവിലാണ്. ജീസസ് ഈസ് ഗോഡ് അല്ലെങ്കിൽ റാണി ആൻ്റണി രാജ് നടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ ഫോൺ നമ്പർ 00971557079031. ദിസ് ഈസ് നോട്ട് ഫോർ എനി അതർ പർപ്പസ്. ഇത് ഓൺലി നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ട് എൻ്റെ അപ്ഡേറ്റുകൾ ലഭിക്കാൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല അതിൽ. ഓക്കെ, സോ നെവർ ഗീവ് അപ്പ്. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ. ഗോഡ് ബ്ലെസ് യു. യു ആർ എ ബ്ലെസ്സിങ്. ഓക്കെ, സോ അതുപോലെ തന്നെ ഒരു ഇൻഫർമേഷൻ നിങ്ങളോട് അറിയിക്കാനുള്ളത്, 15th August കൊച്ചിയിൽ വൈറ്റ്ലയിൽ ഒരു സ്ഥലത്ത് നമ്മളൊരു പ്രോഗ്രാം വയ്ക്കുന്നുണ്ട്. ജീസസ് ഈസ് ഗോഡിലുള്ള എല്ലാവരും അവിടെ പറ്റുന്നവരൊക്കെയും ജോയിൻ ചെയ്യുക. നിങ്ങൾ വരുവാൻ ആഗ്രഹിക്കുന്ന വേഗത്തിൽ എനിക്ക് നിങ്ങൾ വരുമെന്ന് കൺഫേം ചെയ്താൽ എനിക്ക് അവിടുത്തെ സീറ്റ് അറേഞ്ച്മെൻറ്റ്സിനും ബാക്കി കാര്യങ്ങൾക്കും എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് ഒരു എക്സ്പെൻസും ഇല്ല. നിങ്ങൾ ആരെങ്കിലും ട്രെയിൻ യാത്ര ചെയ്ത് വരുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് എടുക്കാൻ പറ്റുന്നില്ല, എന്നെ അറിയിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ട്രെയിൻ ടിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇനി ബസ്സിനും വരാൻ പൈസ ഇല്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ ബസ്സിൻ്റെ ഫെയറും നിങ്ങൾക്ക് അവിടെ ഭക്ഷണം ഉണ്ടായിരിക്കും. മോർണിംഗ് 9 to 1 o'clock ആണ് നമ്മുടെ പ്രോഗ്രാം. ബട്ട് ചില കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഫുഡ് കഴിച്ച് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാകുമ്പോൾ നമ്മൾ 3 o'clock ഒക്കെ ആകും എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ. അങ്ങനെ നമ്മുടെ ആ പ്രോഗ്രാം അവിടെ നടക്കും. നിങ്ങൾക്ക് ഏർലി മോർണിംഗ് വരുന്നവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടവർക്ക് അതും അവൈലബിൾ ആയിരിക്കും. ലഞ്ച് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഒരു എക്സ്പെൻസും ഇല്ല അവിടെ. റാണി സിസ്റ്റർ ഈസ് നോട്ട് എക്സ്പെക്ടിങ് എനിത്തിങ് ഫ്രം എനി വൺ. അങ്ങനെ ഒരു മിനിസ്ട്രി അല്ല നമ്മൾ ചെയ്യുന്നത്. ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഈ ദൂരത്തിരിക്കുന്നത് കൊണ്ട് വല്ലപ്പോഴും വർഷത്തിലൊരു പ്രാവശ്യം വരുമ്പോൾ നിങ്ങളെല്ലാം കാണുവാൻ ആഗ്രഹിക്കുന്നു. അത്ര മാത്രമേ ഉള്ളൂ. നെവർ ഗീവ് അപ്പ് ദൈവമക്കളെ. ഗോഡ് ഹാസ് എ ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് യു. ഓക്കെ, സോ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിങ്ങളായിരിക്കുക. നിങ്ങളായിരിക്കുന്ന സ്ഥലത്തൊരു സൗരഭ്യവാസിനിയായിരിക്കുക. നിങ്ങൾക്കെതിരായി വരുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ആമേൻ. നിങ്ങൾ ബറാഖ താഴ്വരി എന്നു പേർ പറഞ്ഞു. ഓ റബലബ ശംദരി. അതിനെ കർത്താവ് സഹായിച്ചത്, നമ്മളെ യുദ്ധത്തിന് സഹായിച്ചത് നമ്മുടെ സ്തോത്രമാണ്, വിശ്വാസമാണ്. ഓക്കെ, ബൈ ബൈ. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.